സമ്മാനങ്ങൾ കൊണ്ടെത്തി രാജാക്കന്മാർ വാഴ്ത്തിപ്പാടി ഇന്നും നിന്നെ ലോകത്താൽ ഉള്ളോരെല്ലാം വാഴ്ത്തുന്നേ. ഇന്നും നിന്റെ സ്നേഹത്താലെ രാജാതിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവധാരയിൽ ചൈതന്യമാകണേ. ഉൾക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ. അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാരിട്ടടിക്കുകയാ. എന്നും ആഘോഷമുണരുകയാ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലൻ തന്നിൽ വന്നു. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലൻ തന്നിൽ വന്നു. ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്. കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരേനിയൂസ് സീസറിയായ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെടുത്ത് നടന്നു. പേരെഴുതിക്കുവാനായി ഓരോരുത്തരും താതാങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായതിനാൽ പേരെഴുതിക്കുവാൻ ഗലീലയായിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യഹൂദിയായിലെ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരുന്നപ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതർ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ ഏറെ ഭയപ്പെട്ടു. ദൂതൻ അവരോടായി പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിന്റെ സുവിശേഷം. നമുക്കായി വരുന്ന ഉണ്ണിയേശുവിന്റെ പുൽക്കൂട്ടിനരികിൽ നമ്മുടെ യാചനകളും കാഴ്ചകളും ഒന്ന് ചേർന്ന് അർപ്പിക്കാം. പ്രത്യുത്തരമായി കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഏറ്റുചൊല്ലാം. നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർക്കാം. അത് നമ്മുടെ അപ്പനും അമ്മയും സഹോദരീ സഹോദരന്മാരും മക്കളും ഒക്കെ ഉണ്ടാകാം. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാകാം. നമ്മളുടെ ഈ വർഷത്തെ ക്രിസ്മസ് അതിനുശേഷം 5-6 ദിവസത്തിന് ശേഷം പുതിയൊരു വർഷം പിറക്കുകയാണ്. ഈ വർഷം നമുക്ക് കിട്ടിയ എല്ലാ നന്മകളും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പുതിയ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേതലേം തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേതലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി ത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. നമുക്ക് ക്രിസ്മസിന്റെ ആ സെന്റിമെന്റ്സ് ഒക്കെ മനസ്സിലും നമ്മുടെ മുഖത്തും പ്രകടിപ്പിച്ച് ഏറ്റവും സന്തോഷത്തോടു കൂടി പരസ്പരം സമാധാനം ആശംസിക്കാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളിൽ എന്നും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ കുർബാന സമാപിച്ചു. നമുക്ക് സമാധാനത്തിൽ പോകാം. ദൈവത്തിന്റെ ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. ഗോഡ് ബ്ലെസ് യു. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ സന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി.